ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. ജീവിതാനുഭവങ്ങളുടെ തീച്ചുളയിൽ വെന്തുരുകി പാകം വന്ന മനുഷ്യർ യുവതലമുറയോട് സംവദിക്കുമ്പോൾ അതവർക്ക് 100 പുസ്തകങ്ങൾ വായിച്ച അനുഭവമായി മാറുമെന്ന് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് അഭിപ്രായപ്പെട്ടു. അതിന്റെ പാരമ്പര്യമാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ചിലർക്കറിയാൻ കഴിയും ഗ്രേറ്റ് 8.6 സാധാരണ രീതിയിൽ നമുക്ക് അതിന് മുന്നേ അറിയാൻ കഴിയുന്നതാണ്. ഗ്രേറ്റ് ഒരു റേറ്റ് 1.4 അതിൽ കൂടി കഴിഞ്ഞാൽ അപകടകരമാണ്. അപ്പൊ ക്രിയേറ്റിന് 8.6 ആയപ്പോൾ മാത്രമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഒരു അഭിഭാഷകനായിട്ടും അല്പസ്വല്പം ഇത്തരം കാര്യങ്ങളെ കുറിച്ചും ജീവകാര്യപരമായ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ധാരണയുള്ള ഒരാളായിട്ട് പോലും എനിക്ക് അറിയാൻ കഴിഞ്ഞത് ക്രിയേറ്റിന് 8.6 ആയതിനു ശേഷമാണ്. നമ്മുടെ ആരോഗ്യപരമായിട്ട് വലിയ കുഴപ്പമൊന്നും ആ സമയത്ത് പിന്നീട് വിധേയനാകേണ്ടി വരികയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ രോഗം വരുമ്പോൾ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി നമ്മുടെ പ്രൊഫഷണലി ഇരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ആളുകളൊന്നും രോഗം വന്നു കഴിഞ്ഞാൽ പുറത്ത് പറഞ്ഞറിയിക്കുകയില്ല. രോഗം മറച്ചു വെക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും മറ്റുള്ള എന്ത് തരം പ്രൊഫഷണൽ കരിയർ എങ്ങനെ ബാധിക്കും എന്നുള്ള വലിയ ആശങ്കയുള്ള ആളുകളാണ്. പക്ഷെ എന്റെ അസുഖങ്ങളുടെ പരസ്യമായിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ. പ്രത്യേകിച്ചും മുൻകാലത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് അസുഖം വന്നത് മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയാക്കി. സ്വാഭാവികമായിട്ടും സഹ പ്രവർത്തകർ പറഞ്ഞു ഇത് ഒരു പ്രൊഫഷന്റെ അവസാനമാണ്. മനുഷ്യ ഗ്രന്ഥാലയം ഹ്യൂമൻ ലൈബ്രറി 1-ാം അധ്യായം ഐവറി ആർട്സ് കഫേയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ NR ഗ്രാമപ്രകാശ് അധ്യക്ഷത വഹിച്ചു. അമ്മയുടെ ഡയറക്ടർ ഡോക്ടർ P ഭാനുമതി, ഇസ്തിരി പണി ചെയ്തു പഠിച്ചു ഡോക്ടറേറ്റ് വരെ നേടിയ കോളേജ് അധ്യാപിക ഡോക്ടർ MV അമ്പിളി, ബുക്ക് ഷെൽഫ് പണിതുവിറ്റു ഡയാലിസിസിനു പണം കണ്ടെത്തുന്ന NP പ്രതീഷ്, വർഷങ്ങൾക്ക് മുമ്പ് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും അതിന്റെ ക്ലേശങ്ങളും തരണം ചെയ്ത അഡ്വക്കേറ്റ് AD ബെന്നി, പരിസ്ഥിതി പോരാളി AV ചന്ദ്രൻ, ധനഞ്ജയൻ മച്ചിങ്ങൽ, ഡോക്ടർ V ബിന്ദു എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.